hello, welcome to my channel. അപ്പോൾ മറ്റൊരു റെസിപ്പി കൂടി ഞാൻ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഡ്രൈഡ് ടപ്പിയോക്ക ഫ്ലേക്സ്, ഉണക്ക കപ്പയും അവലും ചേർത്ത ഒരു മിക്സഡ് പ്രഥമൻ. അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്? ഈ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഉണക്കക്കപ്പ എങ്ങനെ ഇതിനു വേണ്ടി ക്ലീൻ ചെയ്തെടുക്കണം, അതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്, മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ കപ്പയിൽ ഒത്തിരി അഴുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം പരമാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഈ സമയത്ത് കപ്പ ഒത്തിരി സോഫ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിക്കുക. അതിനുശേഷം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. ഇനി കപ്പ ഒടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ വേവിക്കുക. വെന്തതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കുക. ഈ സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത കപ്പ ഇനി മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രഥമനിൽ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കിടക്കണമല്ലോ. സോ നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിനുശേഷം സ്റ്റവിലേക്ക് ഉരുളി വയ്ക്കുക. നന്നായി ചൂടാകുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കശുവനട്ട്, ഇത് മൂന്നും വറുത്ത് കോരുക. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തുടർച്ചയായി സാവധാനം ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ കുമിളകൾ ഇതുപോലെ ഉണ്ടായി തുടങ്ങും. കുമിളകളൊക്കെ ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ശർക്കര കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇളക്കുക. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കരയും ഈ കപ്പയും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും, നന്നായിട്ടൊന്ന് സിങ്കായിട്ട് വരും. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ, രണ്ടാമത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ, ആദ്യം പിഴിഞ്ഞെടുത്ത തിക്കായിട്ടുള്ള പാലല്ല, രണ്ടാമത് നമുക്ക് കിട്ടിയ ആ ഒരു പാല്, തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കൂടിയിട്ടുണ്ട്. വീണ്ടും ഇളക്കുക. ഇനി ഇതൊന്ന് കുറഞ്ഞു വരണം, കുറച്ചൊന്ന് കുറുകി വരണം. ഒന്ന് കുറുകി വന്നെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കാം. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു. ഇപ്പോഴും കുറച്ച് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറേ നേരം നമുക്ക് സ്റ്റൗവിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചുക്ക്, കുറച്ച് ജീരകം, ഏലക്ക എന്നിവ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അവൽ ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അവലാണ്. അത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നന്നായിട്ടും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്ത അല്ലെങ്കിൽ നെയ്യിൽ ഒന്ന് ചൂടാക്കിയെടുത്ത അവൽ അവസാനമായി ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ വറുത്തെടുത്ത കപ്പലണ്ടി, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള കപ്പ അവൽ മിക്സഡ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.